എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ അവസരം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തി. മുക്കാട്ടുകര സെന്റ് ജോർജ് LP സ്കൂളിലാണ് സുരേഷ് ഗോപി, ഭാര്യ രാധിക, ഭാര്യ മാതാവ് ഇന്ദിര, മക്കളായ ഗോകുൽ, ഭാഗ്യ, മാധവ് എന്നിവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. BJP പ്രവർത്തകരും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായകർ അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരെ തൊട്ടുമർത്തി തൃശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ്. അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. സന്തോഷം. എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാൻ അവസരം. അതാണ് ഏറ്റവും വലിയ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അന്നേരേക്കും സീനിയർ സിറ്റിസൺ എത്തി, പിന്നെ ബൈസ്റ്റാൻഡർ ഉണ്ടാവും. പിന്നെ ഞാൻ അത് 10ാമതായിട്ട് വോട്ട് ചെയ്യാമെന്ന് നിശ്ചയിച്ചു പോയി. കഴിഞ്ഞ 10 വർഷത്തെയെങ്കിലും MP-മാരുടെ പ്രവർത്തനം അത് ജനങ്ങളുടെ അവകാശങ്ങളിലേക്കാണോ ആ പ്രവർത്തനം ചെന്ന് തിലകം ചാർത്തിയത് അല്ലെങ്കിൽ അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാനോ സമാധാനിപ്പിക്കാനോ അവരുടെ ലഭ്യതകൾ ആ വിലയിരുത്തൽ തന്നെ അത് മാത്രം മതി വിജയിക്കാൻ ഏറ്റവും നല്ല ഘടകം. 10 വർഷത്തെ MP-യുടെ ഡ്യൂട്ടി, MP-യുടെ റെസ്പോൺസിബിലിറ്റി അത് ജനങ്ങളുടെ പക്ഷത്ത് എത്ര അത് വിലയിരുത്തിയാൽ മതി. അതുതന്നെയാണ് വിജയസാധ്യതയുടെ വലിപ്പവും. അതിന് ദിവസം ജനങ്ങൾ സഹിക്കേണ്ടി വരുന്നു ഈ ഒച്ചയും. ഇത്രയും ദിവസം സമ്പർക്കമെന്ന് പറഞ്ഞ് എത്ര പാർട്ടിക്കാരാണ് കയറിയിറങ്ങുന്നത് വീടുകളിൽ? എത്ര ചെലവാണ് അധികരിച്ചു പോകുന്നത്? 95 അല്ലെങ്കിൽ 97 ലക്ഷമേ ചെലവാക്കൂ എന്ന് പറയുന്നു. ചെലവാക്കാവൂ എന്ന് കർശന നിർദ്ദേശം. എന്നിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോയി വെച്ചാൽ അത് വലിയ എന്താണ് ഒരു ജക്സ്റ്റപോസിഷൻ. ഒരിക്കലും ആ രണ്ടഭിപ്രായവും കൂടെ ചേർത്തില്ല. പാർട്ടിയുടെ ഒരു പൊതു വിലയിരുത്തൽ എങ്ങനെയാണ് ഈ മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ചിട്ട്? ഈ മണ്ഡലത്തിന്റെ അല്ല, അവര് പാർട്ടിയുടെ വിലയിരുത്തലല്ല, അവരുടെ നിശ്ചയം തൃശൂർ വഴി അതുപോലെയുള്ള കേരളത്തിലെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വഴി അവർക്ക് നേരിട്ട് അവരുടെ പാർട്ടിയുടെ പ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളാവണം. അവർ വഴി കുറച്ചുകൂടി കാര്യക്ഷമമാണ്. പദ്ധതികൾ ഓരോന്നായിട്ടെടുത്തു. കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് മുദ്ര എടുത്തു? കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് നമ്പേഴ്സ് പറയുന്നു? അപ്പോൾ BJP-യുടെ ഗവർണൻസിന്റെ ഒരു തീരുമാനം കുറച്ചുകൂടി കാര്യക്ഷമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ 10 വർഷത്തെ മോദി അതിന് മുമ്പുള്ള ഞാൻ വിലയിരുത്താൻ പറഞ്ഞിട്ടില്ല. അതും കൂടെ വേണമെന്ന് വിലയിരുത്തിക്കോളാം. അപ്പോൾ ആ മോദി ഗവർണൻസിന്റെ പൂർണ്ണമായ വിനിയോഗം അർഹരായ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ഈ 20 MP-മാർക്കും കഴിഞ്ഞ 5 വർഷം സാധിച്ചില്ല. അതിന് മുന്നിലത്തെ 5 വർഷവും സാധിച്ചില്ല. അവരുടെ സ്വന്തം MP-മാർ വഴി അത് ചെയ്യണമെന്നുള്ള അവരുടെ ആഗ്രഹം, അവരുടെ പ്രതീക്ഷ, അവരുടെ പ്രാർത്ഥന, അവരുടെ ആത്മവിശ്വാസം